ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഗോൾസ് ആയിട്ടാണ്. ഫസ്റ്റ് തിങ്, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ബേസ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ബേസ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അക്കമൊക്കെ ഇന്ന് കുറച്ച് കാണിച്ചു തരാം. പിന്നെ അങ്ങനെയാണ്. അകത്ത് ഞാൻ ലൈറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഫ്ലോർ എം ടി ആണ്, സെക്കൻഡ് ഫ്ലോർ മറ്റേ ബെഡ്റൂമാണ്. അപ്പം കിടക്കാം. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ്ട് സ്റ്റോറേജ് റൂമാണ്. എം ടി ആണ്, ബിക്കോസ് ഞാൻ ഇപ്പം ബിൽഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇതെൻ്റെ ബ്രൂയിങ് സ്റ്റേഷൻ റൂമാണ്. ഞാൻ ഫ്യൂച്ചറിൽ ബ്രൂയിങ് സ്റ്റേഷൻ റൂം ആക്കും. ഇതിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടർ ബേസ് ആണ്. അതാണ് ഇത്രയും കുറച്ച്. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു ഗോൾസ് എന്തെന്ന് വെച്ചാൽ, നമുക്കൊരു വീറ്റ് ഫാം ഉണ്ടാക്കണം ഇതിൻ്റെ അടിയിൽ. പിന്നെ ഒരു കൗ ഫാം ഉണ്ടാക്കണം, ഷീപ്പ് ഫാം ഉണ്ടാക്കണം. പിന്നെ കൗ ഫാം, ഷീപ്പ് ഫാം, വീറ്റ് ഫാം. പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാം. പക്ഷേ ഈ ബ്രീഡറിന് കുറച്ച് റിസോഴ്സ് ഗ്യാദർ ചെയ്യാം. ഫസ്റ്റ് തിങ് എനിക്ക് ചെയ്യേണ്ടത് കുറച്ച് ഫെൻസ് ഉണ്ടാക്കണം. നമുക്ക് കൗവിനെയൊക്കെ പിടിക്കാൻ നമുക്ക് ഫെൻസ് ഉണ്ടാക്കിയിട്ട് കാണാം. ഓക്കെ, ഫെൻസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഫെൻസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫാമിങ് ചെയ്യാം. കുറച്ച് വെള്ളം ഇവിടെ ഒഴിക്കാം. ഞാൻ വിചാരിച്ചു ടിൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഫെൻസ് വയ്ക്കാം. അപ്പോൾ എല്ലാം ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെൻസ് കുറച്ച് വയ്ക്കണമെന്ന് അതിന് മുമ്പ് സീഡ് നമുക്ക് കുറച്ച് തപ്പണം. സീഡ് ഇപ്പോൾ കുറച്ച് കിട്ടി. സീഡ് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പുല്ലൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് സീഡ് കിട്ടി. സീഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സീഡ് കുറച്ച് ഫെൻസ് സെറ്റ് ചെയ്യണം. അതിന് ഫെൻസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇത് വയ്ക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്പീഡായിട്ട് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ സ്പീഡായിട്ട് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ വീഡിയോ അധികം ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ കൗ ഫാമിലോട്ട് കിടക്കാം. കൗ ഫാമിന് കുറച്ച് ഫെൻസ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്രാഫ്റ്റ് ചെയ്യണമൊന്നും കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. ഓക്കെ, ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ കൗവിനെ പിടിക്കണ്ടേ. ഇപ്പോൾ ലീഷ് എടുക്കാം. ലീഷ് ബെറ്ററൊക്കെ ലീഷ് സൂപ്പറാണ്. പിന്നെ കുറച്ച് കൗവിനെ കണ്ടുപിടിക്കണം. കൗവിനെ കണ്ടുപിടിച്ചു. ഓക്കെ, ഫസ്റ്റ് കൗ കിട്ടി. ഫസ്റ്റ് അവന് ലീഷ് ഇട്ട് അതിനകത്ത് കയറ്റാം. ഓക്കെ, സെക്കൻഡ് കൗ കിട്ടി. ഈ രണ്ട് കൗവിനെയും കൂടെ അതിനകത്ത് കയറ്റാം. ഓക്കെ, കയറ്റിയിട്ടുണ്ട് ഫൈനലി. കുറച്ച് പണിയായി, എന്നാലും കയറ്റി. അങ്ങനെ ഇപ്പോൾ ലീഷൊക്കെ അയച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സോംബി വരെയാണ്. ഓക്കെ, ആ ചിക്കൻ അവിടെ കയറി നിൽക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവനെ അങ്ങ് തട്ടിക്കളഞ്ഞ്. സോംബീരെ കാര്യം, സോംബീനെ അടിച്ച് കൊന്നിട്ടുണ്ട്. വേറെ ലെവല്, അവൻ ചത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോയി കിടക്കട്ടെ. രാത്രി നിൽക്കണം, ഒട്ടും സേഫല്ല. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. കുറേ പണിയുണ്ട്. ഇനി നമുക്ക് ഷീപ്പ് ഫാം ക്രാഫ്റ്റ് ചെയ്യണം. അതുകൊണ്ട് വേണ്ടി കുറച്ച് ഫെൻസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫെൻസ് നമുക്ക് നേരെ കൊണ്ട് സ്ഥലത്ത് വയ്ക്കാം. പക്ഷേ ആ ലാൻഡ് ശരിയല്ല, അതുകൊണ്ട് ലാൻഡൊക്കെ ശരിയാക്കണം. അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഷീപ്പിനെ കണ്ടോണ്ട് ഷീപ്പിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാമെന്ന്. 2 ഷീപ്പിനെ കണ്ടു. അപ്പം ഞാൻ ഷീപ്പിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ആദ്യം ലീഷ് അത്രയും കെട്ടി അവനങ്ങ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പണി 2 ഇരട്ടി ഈസി ആവും. പിന്നെ ആ ലാൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഇത് ബിൽഡ് ചെയ്യട്ടെ. ഓക്കെ, ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ലാസ്റ്റ് പ്ലേസും കൂടെ വെച്ചാൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൗ ഫാം, ഷീപ്പ് ഫാം ഇപ്പം കംപ്ലീറ്റ് ആവുന്നതാണ്. പിന്നെ ഫെൻസ് വെച്ചിട്ടുണ്ട്. ഇനി കൗവിനെ എടുക്കാം. ഓക്കെ, കൗവിനെ അങ്ങനെ കയറ്റി. അവൻ്റെ ബ്ലോക്ക് എന്തൊരു ഷോ. അപ്പം പോയി ശരിയാക്കിയടാ. അപ്പോൾ 2 കൗവിനെ ഷീപ്പിനെയും നമ്മൾ അകത്തേറ്റിയിട്ടുണ്ട്. എന്നെ നമുക്ക് അടയ്ക്കാം, ഇല്ലെങ്കിൽ വലിയ ഇറങ്ങിപ്പോവും. അങ്ങനെ കൗ ഫാമും ഷീപ്പ് ഫാമും റെഡി ആയിട്ടുണ്ട്. വേറെ ലെവല്. 2 ഗോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറെ ലെവല്. ഒരു വീറ്റ് ഫാമും ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റ് ബ്രോ. പിന്നെ നമുക്ക് കുറച്ച് വില്ലേജ് ബ്രീഡറിൻ്റെ പണി നോക്കണം. പിന്നെ കുറച്ച് ഊള് കളക്ട് ചെയ്യണം. അതിന് മുമ്പ് എനിക്കൊരു ഏരിയ ഒന്ന് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഏരിയ ഒന്ന് സെറ്റ് ചെയ്ത് ഈ കുഴിയും കൂടെ ഒന്ന് അടയ്ക്കട്ടെ. ഈ കുഴി അങ്ങ് അടച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ ചെസ്റ്റ് വയ്ക്കാം. ഓക്കെ, ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ഇന്ന് ബെഡും പിന്നെ ഊള് കണ്ടുപിടിക്കണം. ബെഡിന് 3 ബെഡ് വേണം. ഊള് കണ്ടുപിടിക്കണം. അപ്പോൾ ഊള് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഊള് കണ്ടുപിടിച്ചിട്ടുണ്ട്. 18 അല്ലല്ലേ,
കുറച്ച് ഊള് ഇട്ടിട്ടുണ്ട്. ഇനി വുഡ് ഞാൻ വേറെ സ്ഥലത്തു നിന്ന് എടുത്ത് ഇനി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് 3 ബെഡ്. ഇവരെ നിന്നാണ് ഊളൊക്കെ എടുത്തത്. സെറ്റ് ബോറോ ഇതൊക്കെ സാധ്യമേ സെറ്റ് ചെയ്തുകൊണ്ട് വേറെ ലെവല്. ഓക്കെ 3 അവിടെ വെച്ചിട്ടുണ്ട് ചെസ്റ്റിനകത്ത്. അങ്ങനെ ഒരു ജോലി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ട മറ്റേതാണ് കുറച്ച് സീഡ് ഒപ്പിക്കണം മറ്റേ ഇതിനകത്ത് വയ്ക്കാൻ. അപ്പോൾ സീഡ് ഇനി കുറച്ച് ഗ്രൈൻഡിങ് ചെയ്യണം സീഡ് ഒപ്പിക്കാൻ. ഓക്കെ സീഡ് കിട്ടിയിട്ടുണ്ട്. കുറേ പുല്ല് ഇവിടെ നിന്നുള്ള പൊട്ടിച്ച് പിന്നെ ഫാമേഴ്സിൽ നിന്ന് കുറേ എടുക്കാൻ പറ്റും. ഈ ഫാമേഴ്സിൻ്റെ ഒരു ഉപയോഗം റീപ്ലാന്റ് ചെയ്യുമ്പോൾ അവന്മാർ എടുക്കണ്. യാവൻട്രാ സ്കെൽട്ടൻ ചത്ത് കത്തി കിടക്കുന്ന സ്കെൽട്ടൻ നമുക്ക് തീത്താല. എൻ്റെ വില്ലേജറിനെ പറഞ്ഞാൽ ഒറ്റ അങ്ങ് വെട്ടിയും കൊടുത്ത് സെറ്റ് പോകാനെ. അപ്പോൾ ഒരു ക്രീപ്പർ ഓഞ്ചോ പറത്തി ആ കുഴി ഉണ്ടായി കുഴപ്പമില്ല, പക്ഷെ പറത്തി കിട്ടുമൊക്കെ. അങ്ങനെ സീഡ് സെറ്റായി. നമുക്ക് നേരെ ചെസ്റ്റി കൊണ്ട് വയ്ക്കാം. 37 സീഡുണ്ട്. കുറച്ചും കൂടെ സീഡ് കിട്ടും തോന്നുന്നു. അവിടെ കൊണ്ട് തന്നെ വയ്ക്കാം. ഓക്കെ 41 സീഡ് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ബാക്കി റിസോഴ്സസ് അടുത്ത വീഡിയോ കളക്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോ പറ്റുമെങ്കിൽ വേറെ ജോലിയും ചെയ്യും, വില്ലേജ് ബ്രീഡറും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് ഇവിടുത്തെ മൈൻക്രാഫ്റ്റ് കണ്ടന്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 1 ലൈക്കാണ് ഇന്നത്തെ വീഡിയോ ടാർഗറ്റ്. മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.